ആൾക്കാർ കുറെ കൂടെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എന്നും അങ്ങനെ അല്ലായിരുന്നു. 1987 വരെ ഹോമോസെക്ഷുവാലിറ്റി അമേരിക്കൻ സൈക്യാട്രിക് മാനുവലായ DSM-5 അനുസരിച്ച് ഒരു മാനസിക രോഗമായിരുന്നു. കെമിക്കൽ കാസ്ട്രേഷൻ, ബ്രെയിൻ്റെ ഓരോ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന ലോബോട്ടോമി, ടോക്ക് തെറപ്പിയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം. പക്ഷേ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഹോമോസെക്ഷുവാലിറ്റിയെ DSM-5 നിന്ന് എടുത്ത് മാറ്റി. ഇന്ന് ഹോമോസെക്ഷുവൽസിന് ഗേ അഫർമേഷൻ തെറപ്പി നൽകുന്നു. അത് അവരെ അവരുടെ ഹോമോസെക്ഷുവാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് സന്തോഷമായി ജീവിക്കാൻ പഠിപ്പിക്കുന്നു. പക്ഷേ അന്നും ഇന്നും ചില ആൾക്കാർക്കൊരു വാലിഡ് കൺസേൺ ഉണ്ട്. ഹോമോസെക്ഷുവാലിറ്റി അൺനാച്ചുറൽ അല്ലേ എന്ന്. വെൽ, അൺനാച്ചുറൽ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നേച്ചറിൽ കാണാത്തത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി വളരെ നാച്ചുറലാണ്. നേച്ചറിൽ 450-ൽ പരം സ്പീഷീസിൽ സയൻറ്റിസ്റ്റ് ഹോമോസെക്ഷുവാലിറ്റി ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. മെക്കാക്സും ജിറാഫ്സും പോലത്തുള്ള ആനിമൽസിൽ മെയിൽ ഗേ സെക്ഷൽ ആക്ടിവിറ്റി വളരെ കോമൺ ആണ്. ബൊണോബോസ് പോലുള്ള സ്പീഷീസിൽ ഫീമെയിൽ ലെസ്ബിയൻ സെക്ഷൽ ആക്ടിവിറ്റി വളരെ കോമൺ ആണ്. ഇതുപോലെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഹോമോസെക്ഷുവാലിറ്റി നേച്ചറിൽ വളരെ കോമൺ ആണ്. അതുകൊണ്ട് തന്നെ അത് മനുഷ്യന്മാരുടെ ഇടയിലുള്ളതിൽ ആരും വിഷമിക്കുകയോ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റൊരു കൺസേൺ ഉണ്ട്, ഒരു സോളിഡ് സയൻറ്റിഫിക് കൺസേൺ. ഹോമോസെക്ഷുവാലിറ്റിക്കെതിരെയുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ദാറ്റ് എവല്യൂഷണറിലി ഹോമോസെക്ഷുവാലിറ്റി മേക്സ് നോ സെൻസ്. എവല്യൂഷനുമായി ഒട്ടും ഒത്തുചേർന്ന് പോകാത്തൊരു സാധനമാണ് ഹോമോസെക്ഷുവാലിറ്റി. ബിക്കോസ് ഹോമോസെക്ഷുവൽസിന് സ്വന്തമായി കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റും, പക്ഷെ ഉണ്ടാക്കില്ല. അവർക്ക് ഓബ്വിയസ്ലി കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാം, പക്ഷെ അവർ ഒരു ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർക്ക് സ്വന്തം കുട്ടികൾ ഉണ്ടാവില്ല. അതായത് അവർക്ക് അവരുടെ DNA ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഹോമോസെക്ഷുവാലിറ്റിയുടെ എന്തെങ്കിലും ഒരു ജനറ്റിക് കമ്പോണൻ്റ് അവരിലുണ്ടെങ്കിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്ത് അവരുടെ കുട്ടികൾക്ക് കൊടുക്കാൻ അവർ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തലമുറകൾ കഴിയും തോറും ഈ ഹോമോസെക്ഷുവാലിറ്റിയുടെ ജനറ്റിക് കമ്പോണൻ്റ് ട്രാൻസ്മിറ്റ് ആവാതെ അത് ആ പോപ്പുലേഷനിൽ ഇല്ലാതാവണം. ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ വരെ ഇത് എൻ്റെയും ഒരു ഡൗട്ടായിരുന്നു. കാരണം ഇതൊരു വാലിഡ് ഡൗട്ടാണ്. പക്ഷേ ഈ ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു. ഹോമോസെക്ഷുവാലിറ്റി എവല്യൂഷൻ വൈസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. എവല്യൂഷണറിലി നമുക്ക് കിട്ടിയ ഒരുപാട് ട്രേറ്റ്സ് നമ്മൾ അതിൻ്റെ പ്രൈമറി പർപ്പസിന് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. കുറേ റിലേറ്റഡ് സൈഡ് ബിഹേവിയേഴ്സിന് വേണ്ടി ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ കൈ കിട്ടിയത് മറ്റ് ഏപ്സിനെ പോലെ ബ്രാഞ്ചസിൽ തൂങ്ങി നിൽക്കാനും ഫ്രൂട്ട്സ് പറിക്കാനും ഒക്കെയാണ്. പക്ഷേ നമ്മൾ ഈ കൈ മറ്റ് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ ക്യാച്ച് ചെയ്യാനും നമ്മൾ ഈ കൈ ഉപയോഗിക്കാറുണ്ട്. വയലിൻ പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കൈ ഉപയോഗിക്കാറുണ്ട്. സിമിലർലി നമുക്ക് കളർ വിഷൻ കിട്ടിയത് ഫ്രൂട്ട്സ് തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഏതാണ് പഴുത്ത ഫ്രൂട്ട്, ഏതാണ് പച്ച ഫ്രൂട്ട്, ഏതാണ് വിഷമുള്ള ഫ്രൂട്ട്, ഏതൊക്കെ ഫ്രൂട്ട്സ് തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കളർ വിഷൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. മഴവിലിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു, പെയിൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നു, മറ്റൊരുപാട് റിലേറ്റഡ് സൈഡ് ബിഹേവിയേഴ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. സെക്ഷുവാലിറ്റി നമുക്ക് നമ്മുടെ എവല്യൂഷണറി ട്രീയിൽ വളരെ നേരത്തെ കിട്ടിയതാണ്. ആൻഡ് അതിൻ്റെ ഒരു ഓഫ് ഷൂട്ട് സൈഡ് ബിഹേവിയറായി ഹോമോസെക്ഷുവാലിറ്റി നിലനിൽക്കുന്നു, ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ. അതുകൊണ്ടാണ് ഇത്രയധികം സ്പീഷീസിൽ നമുക്ക് ഹോമോസെക്ഷുവാലിറ്റി കാണാൻ സാധിക്കുന്നത്. സോ എവല്യൂഷൻ്റെ ടേംസിലും ഹോമോസെക്ഷുവാലിറ്റി സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. അവസാനമായി ചിലർക്ക് മറ്റൊരു കൺസേൺ കാണും, എല്ലാവരും ഹോമോസെക്ഷുവലായ മനുഷ്യരാശി തന്നെ നശിച്ചു പോകില്ലെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാവരും ഹോമോസെക്ഷൽ ആവില്ല. ഒരു സൊസൈറ്റിയിൽ ഹോമോസെക്ഷൽ പോപ്പുലേഷനും ഹെട്രോസെക്ഷൽ പോപ്പുലേഷനും ഹെൽത്തിലി കോഎക്സിസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല, DNAയുടെയും ജനറ്റിക് ട്രേറ്റ്സിൻ്റെയും മാത്തമാറ്റിക്കൽ മോഡലിംഗ് അനുസരിച്ച് ഏതൊരു പോപ്പുലേഷൻ്റെ ഇടയിൽ ഹോമോസെക്ഷൽ ട്രേറ്റ്സ് ഇമേർജും ചെയ്യും, നിലനിൽക്കുകയും ചെയ്യും, ആ പോപ്പുലേഷന് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ.